അപ്പം എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇന്നലെ തൊട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ. എമ്പുരാൻ ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ചിത്രം മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ പടം ബുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇത്രമേൽ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യർ പ്രതീക്ഷിച്ചില്ല. ഇത്രമേൽ എന്തിനു പറയുന്ന ആന്റണിയോ പൃഥ്വിരാജോ മോഹൻലാലോ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല. ഇത്തരം ഒരു തള്ളിക്കയറ്റം ബുക്ക് മൈ ഷോ വരെ അടിച്ചു പോകുമെന്നോ ഒരു കാരണവശാലും പ്രതീക്ഷിച്ച് കാണത്തില്ല. അത്രയ്ക്കൊരു ഗ്രൗണ്ട് ലെവൽ പബ്ലിസിറ്റി ആയിരുന്നു ഈ ചിത്രത്തിനുണ്ടായത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, പല വിവാദങ്ങളും ഇതിനെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കിട്ടുന്ന സന്തോഷകരമായ കാര്യം, ഇന്നലെ രാത്രിയിലും ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മണിക്കൂറിന് മണിക്കൂർ 25,000 ടിക്കറ്റൊക്കെ ഇന്നലെ രാത്രി തന്നെ വിറ്റുപോയിരുന്നു. അപ്പം പല തിയേറ്ററുകളിലും 5 ദിവസത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് തീർന്നു എന്ന് പറയുന്നു. തൃശ്ശൂർ രാഗം പോലുള്ള വലിയ തിയേറ്ററുകൾ, അതുപോലെ കൊച്ചിയിലെന്ന് പറഞ്ഞാൽ വലിയ തിരക്കുകൾ. അപ്പം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അനേകം തിയേറ്ററുണ്ട്. എല്ലാ തിയേറ്ററിലും എമ്പുരാൻ തന്നെയാണ്. അവിടെ എല്ലാം തന്നെ ടിക്കറ്റ് തീർന്നു എന്നുള്ളത്. ഇനി അപൂർവ സ്ഥലങ്ങളിലൊക്കെ, ചില ഗ്രാമങ്ങളിലുള്ള തിയേറ്ററുകളിലൊക്കെ ടിക്കറ്റ് ഉണ്ടോ എന്നറിയില്ല. എന്നൊരു വൻ കളക്ഷനാണ് നേരിട്ടത്. ഇന്നലത്തെ രാത്രിയിലത്തെ നമ്മൾ കിട്ടിയ വിവരം അനുസരിച്ച് പ്രീഫെയിൽ ഇനത്തിൽ 8,13,00,000 രൂപയാണ് പ്രീഫെയിലായിട്ട് മാത്രമായിട്ട് ഇത് നേടിയത്. അപ്പം ലിയോയുടെ കളക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 12 കോടി. 12 കോടി നിശ്ചയമായിട്ട് മറികടക്കും. അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നമുക്കറിയാം. ഇനി 5 ദിവസം ബാക്കിയുണ്ട്. അപ്പം പുതിയ പോസ്റ്ററുമായിട്ട് ലാലേട്ടൻ ഇറങ്ങി. അതിൻ്റെ പ്രമോഷൻ പരിപാടികൾ നടക്കുന്നു. ഇതിനിടയിൽ 6,45,000 ടിക്കറ്റുകൾ 24 മണിക്കൂർ കൊണ്ട് വിറ്റ ഒരേ ഒരു സിനിമ അത് എമ്പുരാനാണ് എന്നുള്ള കാര്യം പുറത്തു വരും. അപ്പോൾ അതിൻ്റെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ചിത്രമായി മാറി. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കൽക്കിക്ക് 3,30,000 ടിക്കറ്റ് മാത്രമേ വിറ്റുള്ളൂ 24 മണിക്കൂർ കൊണ്ട്. 4ാം സ്ഥാനത്ത് ഹിന്ദി ചിത്രമായ ജവാൻ, ഷാരൂഖ് ഖാൻ്റെ ജവാനാണ്. ജവാൻ വിറ്റത് 2,19,000 ടിക്കറ്റും. നമ്മളെപ്പോഴും പറയുന്ന ലിയോ വിറ്റത് 1,29,000 ആ കണക്കാണ്. അപ്പോൾ അതിനും എത്രയോ ഇരട്ടി. ഈ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കൽക്കേക്കയുടെ 3,30,000 ടിക്കറ്റിൻ്റെ ഇരട്ടിയായിട്ടാണ് ലാലേട്ടൻ്റെ എമ്പുരാൻ വിറ്റിരിക്കുന്നത്. അപ്പം മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ തന്നെ ഇത് നോക്കിക്കാണുന്നത് വേറെ ലെവലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കാണുമെന്ന് ഉറപ്പാണ്. നമ്മൾ ഈ കൽക്കിയുടെയും ഹിന്ദി സിനിമയുടെയൊക്കെ കാര്യം പറയുമ്പോൾ മലയാളത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. മലയാളം അറിയാവുന്നവർ വളരെ കുറവാണ്. നമ്മുടെ 3 കോടി ജനങ്ങളെ ഉള്ളൂ, 3 കോടിക്ക് മുകളിലുള്ള ജനങ്ങളേ ഉള്ളൂ. പക്ഷേ ഹിന്ദി ആയാലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം ആയാലും തമിഴ്നാട്ടിലായാലും കേരളത്തേക്കാൾ ഇരട്ടി വലിപ്പമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ ടിക്കറ്റ് എല്ലാ പ്രദേശങ്ങളും, ഇപ്പോൾ ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയ എല്ലാ പ്രദേശത്തും, ഈ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തും ടിക്കറ്റിന് വേണ്ടി തിരക്ക് തന്നെയായിരിക്കും. പക്ഷേ ഒരു മലയാളം ഇറങ്ങിയാൽ ഇന്ത്യൻ പ്രദേശങ്ങളിലെല്ലാം വലിയ തിരക്കുണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ എമ്പുരാൻ അതൊക്കെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി ഒരു പക്ഷേ ഏതെങ്കിലും സിനിമയ്ക്ക് ഈ കളക്ഷൻ മറികടക്കാൻ പറ്റുമോ എന്നറിയില്ല. അതുപോലെ എമ്പുരാൻ ഇന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോഴും ബുക്ക് മൈ ഷോയിലെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കുന്ന 94K കാണിക്കുന്നു. അപ്പോൾ 4 ലക്ഷത്തോളം അടുക്കുന്നു ഈ പണം കാണണമെന്ന് താല്പര്യമുള്ളത്. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. അതും ഒരു റെക്കോർഡായിട്ട് മാറി. അപ്പോൾ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം കിട്ടിയിരുന്ന മരക്കാറായിരുന്നു ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് കാണിച്ച മലയാള സിനിമ. അപ്പം അതൊക്കെ അതിൻ്റെ ഇരട്ടിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇനിയൊരു പക്ഷേ ചിത്രം ഇറങ്ങുമ്പോഴത്തേന് 5 ലക്ഷമൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. 500K ഒക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം ആ ലെവലിലേക്ക് ഈ ചിത്രം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം. അതുപോലെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയയുടെ 2 കോടിക്കടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ആദ്യ ദിനം തന്നെ 1,72,000 1,72,00,000 രൂപ അവിടുന്ന്
പ്രീ ഫെയിൽ എനിക്ക് കിട്ടി. ജർമ്മനിയിലെ കാര്യങ്ങൾ നമ്മൾ പല ദിവസം ചർച്ച ചെയ്തു. കാനഡയിലെ കാര്യം ചർച്ച ചെയ്തു. പിന്നെന്താ, നെതർലൻഡ്സിൽ നിന്ന് വരുന്നു 1050 ടിക്കറ്റ് അവിടെ വിറ്റ് തീർന്നിരിക്കുന്നു, ഫോൾ ഔട്ടായി എന്നുള്ള വാർത്ത വരുന്നു. ഇവിടെയൊക്കെ ആദ്യമേയൊക്കെ ഒരു മലയാള സിനിമ സാധാരണ റിലീഫ് ചെയ്യുന്ന പോലെ 1-2 തിയേറ്ററിലൊക്കെ ഒന്നും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം തന്നെ തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്നു. UK എന്ന് പറഞ്ഞാൽ 400 തിയേറ്ററിലേക്ക് ഈ ചിത്രം മാറിയിട്ടുണ്ട് എന്ന് ഉള്ള വാർത്ത വരും. അപ്പോൾ ആ ലെവലിലേക്ക് ഈ ചിത്രം മൊത്തം ലോകമെമ്പാടും എത്തി മാറുന്നു. അത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഉണർവാണ് നൽകുന്നത്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, മലയാളത്തിൻ്റെ പോക്ക്, എമ്പുരാൻ്റെ പോക്ക് വേറെ ലെവലാണ് എന്നുള്ളത്. ഇനി നമുക്കറിയേണ്ടത് ഒരു മലയാള സിനിമ, നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ റിക്കാർഡുകളുടെ രാജകുമാരനായിട്ട് മോഹൻലാലിനെ കാണാമെന്ന് തോന്നുന്നു. ആദ്യത്തെ 50 കോടി നമ്മുടെ ദൃശ്യമാണ് കൊണ്ടുതന്നത്. ആദ്യത്തെ 100 കോടി പുലിമുരുകൻ കൊണ്ടുവന്നു. ആദ്യത്തെ 200 കോടി ലൂസിഫർ കൊണ്ടുവന്നു. ആദ്യത്തെ 500 കോടിയിലേക്ക് എമ്പുരാൻ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണ്ട്. പണ്ട് ഈ 50 കോടി ഒരു സിനിമ നേടിയെന്ന്, ഇപ്പം രേഖാചിത്രം എന്ന് പറയുന്ന 57 കോടി 60 കോടിക്കടുത്ത് നേടി എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതം കൂറാറുണ്ട്. ഒരു സൂപ്പർ മെഗാ ഹിറ്റ്. ഇത് ആദ്യ ദിനം തന്നെ ഒരു ചിത്രം, നല്ലൊരു ചിത്രം മലയാളത്തിൽ നേടുന്ന വേൾഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന എല്ലാം ആ ഒരു മലയാള സിനിമ നേടുന്ന ഒരു ലെവലുണ്ട്. ഒരു സൂപ്പർ മെഗാ ഹിറ്റ് കിട്ടുന്നത് ഇപ്പോൾ 60 കോടി രൂപയൊക്കെയാണ് ലോകമെമ്പാടും റിലീഫ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിനൊരു പരിമിതിയുണ്ട്. അത് തന്നെ ആ തുക ഒരു മലയാള സിനിമ ഒരു ദിവസം കൊണ്ട് നേടുക എന്നുള്ള എന്താ പറയുന്നത്, അഭിമാനകരമായ നേട്ടത്തിലാണ് എമ്പുരാൻ മാറുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പ് നമുക്കിത് ചിന്തിക്കാനേ പറ്റത്തില്ല. ആദ്യ ദിനം തന്നെ 50 കോടി 60 കോടിയൊക്കെ നേടുന്ന ഒരു മലയാള സിനിമ ചിന്തിക്കാനേ പറ്റത്തില്ല. കഴിഞ്ഞ കൊല്ലമൊന്നും നമ്മുടെ സ്വപ്നത്തിലേ കാണില്ല. പക്ഷേ എമ്പുരാൻ അതെല്ലാം മാറ്റിമറിക്കുന്നു. എമ്പുരാൻ നമുക്ക് പുതിയൊരു ഉണർവ് നൽകുന്നു. മലയാള സിനിമയ്ക്ക് തിയേറ്റർ ഉടമകൾക്ക്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, പല തിയേറ്ററുകളും വളരെ സന്തോഷത്തിലാണ്. ഇന്നലെ നമ്മൾ കേട്ട PVRലെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാൽ 1200, 1400, 900 വരെയുള്ള ടിക്കറ്റ്, 500 രൂപ മുതലുള്ള ടിക്കറ്റുണ്ട്. അവിടെ എല്ലാം തന്നെ ടിക്കറ്റ് തീർന്നു. പല തിയേറ്ററുകളും അനുവാദം ചോദിച്ചിരിക്കുകയാണ്. രാത്രി മൊത്തം പടം 24 മണിക്കൂറും പടം ഓടിക്കാൻ വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു, ഇന്നലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ബുക്കിംഗ് സമയത്ത് ഇങ്ങനെയാണെങ്കിൽ റിലീഫിംഗ് ദിവസം എന്തായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഒടിയൻ എന്ന് പറയുന്ന പടം ഇറങ്ങിയപ്പോൾ അന്ന് ഏതോ രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ നടത്തി. ആ ഹർത്താലൊക്കെ മാറ്റി വെച്ചാണ് ഒടിയൻ അന്ന് റിലീഫായത്. ഹർത്താലെന്ന് പറഞ്ഞിട്ട് ഒടിയൻ മാറ്റി വെച്ചില്ല, ഒടിയന് വേണ്ടി ഹർത്താൽ ഒന്ന് നീക്കി വെച്ചു അന്ന്. അപ്പം എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം ഒടിയനേക്കാൾ എത്ര വലുതാണ്. അപ്പോൾ എമ്പുരാൻ വരുമ്പം എനിക്ക് തോന്നുന്നു ബുക്കിംഗ് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും തിയേറ്ററിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതൊന്ന് നോക്കി വെക്കണം. കാരണം മാർച്ച് 27 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയിടുന്ന ഒരു ദിവസമായി. എൻ്റെ മോനെ, അത് പൊളിയാണെന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ ഷോ കണ്ടതിന് ശേഷം ഫാൻസിൻ്റെ പ്രതികരണം അത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ കേരളം നിന്ന് കത്തും. ആ ലെവൽ കളക്ഷനായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കായിരിക്കും ഈ കളക്ഷൻ പോകുന്നത്. അത് 500 1000 ഒക്കെ ചെന്നെത്താം. ലോകമെമ്പാടും ഇത് ആഞ്ഞടിക്കും. അങ്ങനെയാണ് മലയാള സിനിമ കാണുന്നത്. ഇതിലും രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് വടക്കേ ഇന്ത്യയിൽ 2 ഫാൻസുകൾ തമ്മിൽ അടിയായെന്ന് പറയും. ഒന്ന് ഷാരൂഖ് ഖാൻ ഫാൻസും മറ്റു വശത്ത് സൽമാൻ ഖാൻ. സൽമാൻ ഖാൻ്റെ ഒരു ചിത്രം മോഹൻലാലിൻ്റെ ചിത്രത്തോടൊപ്പം റിലീഫ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈപ്പ് വളരെ കുറവാണ്. ഹിന്ദി സിനിമയുടെ കുറച്ച് നാളായിട്ട് ശനിദശയാണ്. ഇതിന് ഹൈപ്പ് വളരെ കുറവാണ്. ബുക്ക് മൈ ഷോയിലൊക്കെ മോഹൻലാൽ സിനിമയെക്കാട്ടിലും വളരെ താഴെയാണ്. അതുപോലെ വിദേശങ്ങളിലൊക്കെ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് സൽമാൻ ഖാൻ്റെ ചിത്രത്തെ. അപ്പം മോഹൻലാൽ സൽമാൻ ഖാനെ
തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷാരൂഖ് ഖാൻ ഫാൻസുകാർ സ്ഥിരമായിട്ട് അവരെ കളിയാക്കുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി മാറി. അവിടെ അത് നടക്കുമ്പോൾ വടക്കേന്ത്യയിൽ അങ്ങനെ നടക്കുമ്പോൾ മറുവശത്ത് നടക്കുന്നതെന്ന് പറയുന്നത് രജനീകാന്തും വിജയും ഫാൻസും തമ്മിൽ ഏറ്റുമുണ്ട്. വേറെ സംഭവമൊന്നുമില്ല. രജനീകാന്തിൻ്റെ ജയിലർ വിജയിച്ച് 500 കോടിയൊക്കെ നേടി വിജയിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അത് മോഹൻലാലാണ് എന്ന് വിജയ് ഫാൻസുകാരുടെ അടിയോട്ട് കൊടുത്തു. കാരണം മോഹൻലാലിന് വിദേശങ്ങളിലുള്ള മാർക്കറ്റ് കണ്ടില്ലേ, അത് എമ്പുരാൻ. രജനീകാന്തിൻ്റെ പ്രഭാവം കൊണ്ടല്ല ജയിലർ വിജയിച്ചത്, അത് മോഹൻലാലിൻ്റെ പ്രഭാവം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ഫാൻസുകാർ ട്വീറ്റ് അങ്ങോട്ട് ചെയ്തു. അതിന് തിരിച്ചടിയായിട്ട് രജനീകാന്തിൻ്റെ പടയാളികളും അങ്ങോട്ട് വരും. അപ്പം ഇന്ത്യയെ ഒന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എമ്പുരാൻ മാറുന്നു, മോഹൻലാൽ മാറുന്നു, പൃഥ്വിരാജ് മാറുന്നു, ആൻ്റണി പെരുമ്പാവൂർ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് നമുക്ക് ഒരു കാരണവശാലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു മലയാള സിനിമയെപ്പറ്റി ഹിന്ദിക്കാരും തമിഴരും അങ്ങനെ പറയണ്ട, എല്ലാ ഇന്ത്യക്കാരും ഒരേ തരത്തിൽ സംസാരിക്കുന്ന ഒരു മലയാള സിനിമ ഇറങ്ങും എന്ന് നമ്മൾ വിചാരിച്ചതേ ഇല്ല. പക്ഷെ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു, വിദേശികൾ സംസാരിക്കുന്ന ഒരു സിനിമയെപ്പറ്റി അത് എമ്പുരാനാണ്. അതിന് ഒറ്റ നാമമേ ഉള്ളൂ, കാരണം അത് മോഹൻലാൽ എന്ന് പറയുന്ന നടനാണ്. കാരണം എന്ന് അഭിനയം തുടങ്ങിയോ അന്ന് മുതൽ മലയാളത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് ഹിറ്റുകൾ അല്ലെങ്കിൽ മലയാള സിനിമ മതിമറക്കുന്ന ഒരു ലെവലിലേക്ക് കളക്ഷൻ കൊണ്ടുവരണമെങ്കിൽ, ബോക്സ് ഓഫീസ് തകർത്ത് കളയണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അത് എൽ ബ്രാൻഡാണ്, അത് ലാലേട്ടൻ മാത്രമാണ്. ഇതിനെതിരെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ചുക്കില്ല. കാരണം പറയാനുള്ളത് പറയും. ഇത് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി ബാക്കി കാണാൻ പോകുന്നത് 27-ആണ്. 27-നുള്ളിൽ 5-6 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ആ ലെവലിലേക്കാണ് ചിത്രം നീങ്ങുന്നത്. രാവിലെ നമ്മൾ നോക്കുമ്പോഴും ബുക്ക് മൈ ഷോ മുഖേന അത് രാവിലെ തന്നെ 9,000 ടിക്കറ്റ് മണിക്കൂറിന് വിറ്റ് പോകുന്നു എന്ന് പറയുമ്പം അങ്ങേറെ ലെവലൊന്ന് മുതൽ വേറെ ലെവലാണ്. മലയാളത്തിലെ ഏത് ചിത്രത്തോടും ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ഒരേ ഒരു ബ്രാൻഡേ ഉള്ളൂ, അത് നമ്മുടെ ഏട്ടനാണ്, നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട. ആര് വന്ന് റെക്കോർഡ് തകർത്തിട്ട് പോട്ടെ, നമ്മൾ ഒറ്റ ചിത്രം കൊണ്ട് ആ റെക്കോർഡുകളെല്ലാം തവിടുകൂടിയാകും. അത് തന്നെയാണ് എമ്പുരാനിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. എമ്പുരാൻ വിശേഷം തന്നെയായിരിക്കും. ഏതായാലും റിലീഫ് വരെ എമ്പുരാൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം എന്താണെന്ന് എനിക്ക് പ്രവചിക്കുക വയ്യ. ബാക്കിയെല്ലാം പിന്നെ നമുക്ക് തീരുമാനിക്കാം. ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എമ്പുരാൻ വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.